ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ മലയാളി നേതാക്കൾ വിരളമാണ്. രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം രൂപപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധിയിൽ കെ കരുണാകരൻ ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായിരുന്നു. ഒന്നും രണ്ടും UPA സർക്കാരുകളുടെ കാലത്ത് പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ AK ആന്റണി വലിയ സ്വാധീനമുണ്ടാക്കി. ഇപ്പോൾ ആ സ്ഥാനത്ത് KC വേണുഗോപാലാണ്. കെ കരുണാകരൻ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന നേതാവ്. AK ആന്റണിയുടെ രാഷ്ട്രീയ തട്ടകമായ ആലപ്പുഴ തന്നെയാണ് KCയെ വളർത്തി വലുതാക്കിയത്. ആ അർത്ഥത്തിൽ കോൺഗ്രസുകാർക്ക് കരുണാകരന്റെയും ആന്റണിയുടെയും യഥാർത്ഥ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശിയാണ് KC. ആദ്യമായി 2009 ഇന്ത്യൻ പാർലമെന്റിലേക്ക് KC വേണുഗോപാൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം തീർത്തും പുതുമുഖമായിരുന്നു. എന്നാൽ ആദ്യവട്ടം തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നേടി. ആദ്യമായി ജയിക്കുന്നവരെ കേന്ദ്രമന്ത്രിമാരാക്കില്ല എന്ന രീതി മറികടന്നുകൊണ്ടാണ് സോണിയാഗാന്ധി KC വേണുഗോപാലിനെ പരിഗണിച്ചത്. മൻമോഹൻ സിംഗ് സർക്കാരിൽ ഊർജ വ്യോമയാന സഹമന്ത്രിയായിരുന്നു പിന്നീട് KC. പിന്നീട് NDA സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ 2014 പ്രതിപക്ഷത്തിലെ ശ്രദ്ധേയനായ നേതാവായി KC തുടർന്നു. 2017 മുതൽ 2019 വരെ കർണാടകയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിലും പിന്നീട് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിലും കോൺഗ്രസിലെ അനിഷേധ്യ നേതാവായി KC വേണുഗോപാൽ മാറി. സംഘടനാ ചുമതല വഹിക്കുന്ന ആദ്യ മലയാളി എന്ന നേട്ടവും KC വേണുഗോപാലിന് സ്വന്തം. അക്കാലത്ത് കർണാടക, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സർക്കാരുകളുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ചത് KC വേണുഗോപാലായിരുന്നു. BJP സർക്കാരിന് എതിരെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 4000 കിലോമീറ്ററോളം രാഹുൽ ഗാന്ധി പദയാത്ര സഞ്ചരിച്ച ഭാരത് ജോഡോ യാത്രയുടെ മുഖ്യ സംഘാടകനും KC വേണുഗോപാലായിരുന്നു. 100 ദിവസത്തോളം രാഹുലിനൊപ്പം KCയും കാൽനടയായി നടന്നു. മണിപ്പൂരിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പ്രധാന ആസൂത്രകനും KC ആയിരുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ എന്നിങ്ങനെ 3 AICC പ്രസിഡന്റുമാർക്കൊപ്പം പ്രവർത്തിച്ച പരിചയ സമ്പത്തുമായാണ് KC വേണുഗോപാൽ BJPക്കെതിരായ ദേശീയ ബദൽ രൂപീകരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത്. ദേശീയ നേതൃത്വത്തിലേക്ക് KC വേണുഗോപാൽ മടങ്ങിപ്പോയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആലപ്പുഴ LDF പിടിച്ചത്. ഇത്തവണ സീറ്റ് തിരിച്ചു പിടിക്കാൻ KC തിരികെ എത്തി. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷവും KC വേണുഗോപാൽ കാര്യമായി മണ്ഡലത്തിലെത്തിയിരുന്നില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിലായിരുന്നു ശ്രദ്ധ. KC വേണുഗോപാൽ ആലപ്പുഴയിൽ പ്രചാരണത്തിന് എത്തിയതും വൈകിയാണ്. ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡൽഹിയിലും മുംബൈയിലും ചെന്നൈയിലുമായിരിക്കും. ഇത് പ്രാദേശിക നേതൃത്വത്തിനും ആശങ്കയായിരുന്നു. പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ആലപ്പുഴയിലെ വോട്ടർമാരെ നേരിട്ട് കണ്ടും സംസാരിച്ചും KC വോട്ട് അഭ്യർത്ഥിച്ചു. ഫലം വന്നപ്പോൾ മിന്നുന്ന ജയം. ദേശീയ തലത്തിൽ കോൺഗ്രസ് സീറ്റ് വിഭജനം പോലുള്ള സങ്കീർണമായ വെല്ലുവിളികൾ മറികടന്നാണ് ആലപ്പുഴയിൽ KC മത്സരിച്ചത്. കോൺഗ്രസിന്റെ ഓരോ സ്ഥാനങ്ങളിലെയും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ നേരിട്ട് പങ്കെടുത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കൽ, ജനകീയ മാനിഫെസ്റ്റോ എന്നിവയും KC വേണുഗോപാലിന്റെ ചുമതലയായിരുന്നു. ഓരോ സംസ്ഥാനത്തെയും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരെ പ്രഖ്യാപിക്കുക എന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ കർത്തവ്യമായിരുന്നു. സംസ്ഥാന ഘടകങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇതിനിടയിൽ സമയം കണ്ടെത്തേണ്ടി വന്നു. ഇന്ത്യ മുന്നണിയുടെ റാലികളും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സംഘടിപ്പിച്ച ദേശീയ പ്രക്ഷോഭവുമെല്ലാം ഇതിനിടയിൽ വന്നുപോയി. ഓരോ സംസ്ഥാനത്തു നിന്നും അനുയോജ്യരായ താരപ്രചാരകരെ രംഗത്തിറക്കാനും ഏകോപനങ്ങൾ നടത്താനും KC വേണുഗോപാൽ മുൻകൈയെടുത്തു. ഇതിനിടയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നത് ഉൾപ്പെടെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമായിരുന്നു ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. ദേശീയ നേതാവ് എന്ന നിലയിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചാരണത്തിനെത്തിയ KC തനിക്കൊപ്പം മത്സരിച്ച കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്കെല്ലാം വേണ്ടി പ്രചാരണം നടത്തിയെന്നതും ശ്രദ്ധേയമാണ്. ആ പ്രവർത്തന മികവ് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് പകർന്ന ഊർജം ചെറുതല്ല. തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയ കോൺഗ്രസിന് നഷ്ടമായ 2 സീറ്റുകൾ തീരാവേദനയാണ് സമ്മാനിച്ചത്. വിജയത്തിലും സംഭവിച്ച ആ ദൗർബല്യങ്ങൾ കോൺഗ്രസിന്റെ അടിത്തട്ടിലെ ചാബല്യമായി കണ്ട് നീക്കം ചെയ്യാനുള്ള തീവ്ര ശ്രമങ്ങൾ പിന്നീട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ട ശുദ്ധികലശം ഇതിന് ഉദാഹരണമാണ്. ഇതിന് ചുക്കാൻ പിടിക്കാനുള്ള ആർജവം കാണിച്ചത് KC തന്നെയാണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 70% സീറ്റ് പിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഇതിന് കോൺഗ്രസിന് മുന്നിൽ പ്രതിസന്ധി തീർക്കുന്നത് BJPയുമാണ്. ആ പ്രതിസന്ധിക്ക് കൃത്യമായ തട തീർക്കണമെങ്കിൽ BJPയുടെ എല്ലാ അടവുകളും അടിത്തെറിഞ്ഞ നേതാവെന്ന നിലയിൽ KCക്ക് നിഷ്പ്രയാസം സാധിക്കും. ആ വിശ്വാസം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് KCയുടെ മേലുണ്ട്. 2026 UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ ഇന്ന് പ്രതിപക്ഷത്തിനുണ്ട്. 2021 ഒരിക്കലും ഇനി ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യമായിരിക്കും ഉയർന്നു വരിക. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ KCക്ക് തന്നെയായിരിക്കും മേൽക്കൈ എന്നാണ് അനുമാനങ്ങൾ പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഭ്യന്തരമോ ധനകാര്യമോ കൈയടക്കും. K. സുധാകരൻ അതിവിദഗ്ധമായി ഒതുക്കപ്പെടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല.
അത്തരം നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും നടക്കുന്നുമുണ്ട്. ഇനി കെ സിക്ക് പ്രതികൂല സാഹചര്യമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്നതെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കൾ ഒന്ന് സുധാകരനോ വി ഡി സതീശനോ കെ മുരളീധരനോ ആയിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിൽ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടും. പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രിയാകുന്നതിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് തീരുമാനമെടുത്തതുപോലെ കേരളത്തിലെ നേതാക്കൾ തമ്മിൽ കലഹിക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനമുണ്ടാവുകയും കെ സി വേണുഗോപാലിന് സ്വാഭാവികമായി നറുക്കുവിടാനുമുള്ള സാധ്യതയും ഏറെയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ സിയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ ആവശ്യവുമാണ്. കേരളത്തിന് മാത്രമെന്ന് പറയാനാകില്ല, കോൺഗ്രസിനും അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെ ആവശ്യമാണ്. കോൺഗ്രസിനുള്ളിലെ താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ മുതൽ നേതാക്കൾക്കിടയിൽ പോലും തളം കെട്ടി നിൽക്കുന്ന ദൗർബല്യങ്ങൾക്ക് ശക്തി പകരണമെങ്കിൽ എല്ലാ അടവുകളും പയറ്റിത്തെളിഞ്ഞ ഒരു നേതാവിനെ തന്നെ വേണം. അത്തരമൊരു നേതാവിന് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നോട്ട് വയ്ക്കാനുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ മാത്രമാണ്.